സംസ്ഥാനത്തെ കലാലയങ്ങളെ രാഷ്ട്രീയ കളരിയാക്കാൻ നിയമനിർമ്മാണവുമായി സർക്കാർ രംഗത്ത്. കോടതി വിധിയിലൂടെ നിരോധിച്ച ക്യാമ്പസ് രാഷ്ട്രീയമാണ് ബില്ലിലൂടെ തിരികെ എത്തിക്കുന്നത്. അണികളുടെ എണ്ണത്തിലുള്ള കുറവാണ് കലാലയ രാഷ്ട്രീയം തിരികെ എത്തിക്കാൻ CPM-നെ പ്രേരിപ്പിക്കുന്നത്. കേരളത്തിലെ ക്യാമ്പസുകൾ വിദ്യാർത്ഥികളുടെ ചോര വീണ് ചുവക്കുകയും പഠന നിലവാരം താഴേക്ക് പതിക്കുകയും കലാലയാന്തരീക്ഷം കലാപാന്തരീക്ഷമാവുകയും ചെയ്തതോടെയാണ് പ്രിൻസിപ്പൽമാർ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി കലാലയ രാഷ്ട്രീയം നിരോധിക്കുകയും ചെയ്തത്. എന്നാൽ സർക്കാർ കോളേജുകളിലും മറ്റും ക്യാമ്പസ് രാഷ്ട്രീയത്തിന് വിലക്കുണ്ടായിരുന്നില്ല. ഇത്തരം കോളേജുകളായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരുവ് സമരങ്ങൾക്കുള്ള ആളുകളെ വിതരണം നടത്തുന്ന അവസാന തുരുത്തുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകി വന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജായിരുന്നു. ഇവിടെ ഓരോ സംഘടനയിൽപ്പെട്ടവർ തമ്മിൽ കുത്തിയപ്പോഴായിരുന്നു കേരളം വീണ്ടും ക്യാമ്പസ് രാഷ്ട്രീയം ചർച്ച ചെയ്തതും. അണികളുടെ എണ്ണം കുറയുന്നതിനുള്ള മുഖ്യ കാരണം ക്യാമ്പസിലെ അരാഷ്ട്രീയവൽക്കരണമാണെന്ന് CPM അടക്കം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾക്ക് കലാലയങ്ങളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ബിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നത്. എല്ലാ വർഷവും തിരഞ്ഞെടുപ്പ് നടത്തി സംസ്ഥാനാടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ നേടുന്നവർക്ക് യൂണിറ്റുകൾ കലാലയങ്ങളിൽ സ്ഥാപിക്കാനുള്ള അനുമതിയാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ബിൽ ഈ മാസം 28-ന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചനകൾ. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.